Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ മലയാളികൾക്ക് അത്ര പരിചയമല്ലാത്തൊരു ബീഫിന്റെ റെസിപ്പിയാണ്. ബീഫ് വിന്ദാലു. ബീഫ് വിന്ദാലു എന്ന് പറയുമ്പോൾ ഇതൊരു ശരിക്കും പറഞ്ഞാൽ പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ഉള്ള ഒരു ഗോവൻ ഡിഷാണ്. ഇത് ഒറിജിനേറ്റഡ് ആയിരിക്കുന്നത് ഗോവയിൽ നിന്നാണെങ്കിൽ തന്നെ നമ്മുടെ കേരളത്തിൽ കൊച്ചി ഭാഗങ്ങളിൽ കുറെ ആൾക്കാരൊക്കെ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഈ ഡിഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അത്യാവശ്യം നല്ല സ്പൈസി ഉള്ളതും കുറച്ച് ടാങ്കി ടേസ്റ്റും ഉള്ള ഒരു സൂപ്പർ ഡിഷ് തന്നെയാണ്. അപ്പൊ ഈ ഒരു ഡിഷ് നിങ്ങൾ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്തിരിക്കേണ്ട നല്ല റെസിപ്പി തന്നെയാണ്. നമുക്ക് ആവശ്യമായുള്ള എല്ലാ ഐറ്റംസും ഞാനിവിടെ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ഈ ഡിഷ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഗൈസ്, ആദ്യമായി തന്നെ നമ്മളൊരു 10 കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. അതുമാതിരി തന്നെ 2 റെഗുലർ ചില്ലിയും നമ്മൾ എടുത്തിട്ടുണ്ട്. നമുക്കിത് ചെറുതായ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇതെടുത്തുനിന്ന് ചെറുതായിട്ടൊന്ന് ടോസ് ചെയ്ത് ഇതിൻ്റെ മുകളിലുള്ള നമ്മൾ കട്ട് ചെയ്ത ചില്ലി മാത്രം നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. നമുക്ക് ഈ കാണുന്ന സീഡ്സ് ആവശ്യമില്ല, ഇതെടുത്ത് നമുക്ക് കളയാം. സീഡ്സ് കളഞ്ഞതിന് ശേഷം സെയിം പാത്രത്തിലേക്ക് നമ്മളുടെ ചില്ലി ഇട്ടതിന് ശേഷം ഒരു 4 ടേബിൾ സ്പൂൺ വൈറ്റ് വിനെഗർ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിതൊന്ന് സോക്ക് ചെയ്യാനെടുത്ത് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്കൊരു കുക്കർ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വാഷ് ചെയ്തെടുത്ത 1.5 കിലോ ബീഫ് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ ലിഡ് വെച്ച് സ്റ്റവ് എടുത്ത് വെച്ച് ഓണാക്കി നമ്മളുടെ ബീഫ് എടുത്ത് വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടുത്തായി ബീഫ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്കിതിൻ്റെ മസാല ഒന്ന് പ്രിപ്പയർ ചെയ്യാം. ഒരു നോൺ സ്റ്റിക്ക് പാൻ സ്റ്റൗവിലേക്ക് വെച്ച് പാൻ നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിക്കാം. ഓയിൽ നന്നായി ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് പൊട്ടിക്കാം. ജീരകം ഇട്ട് പൊട്ടിയ അപ്പം തന്നെ ചോപ്പ് ചെയ്ത 1.5 സവോള നമുക്ക് ഇതിലേക്ക് ഇട്ട് അതിൻ്റെ കൂടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് 50 ഗ്രാം ജിഞ്ചർ, 50 ഗ്രാം ഗാർലിക്കും കൂടി ഇട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മളിട്ട ഒനിയൻ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു പകുതി ടൊമാറ്റോ കട്ട് ചെയ്തതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമുക്ക് കാണാൻ മതി നമ്മളുടെ ഒനിയനും ടൊമാറ്റോ ഒക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് സൈഡിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി, ഇതെല്ലാം ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. മസാല നന്നായിട്ട് റോസ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മളുടെ മസാല നമുക്കൊരു ഹാൻഡ് ബ്ലെൻഡറിൻ്റെ ജാറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അടുത്തതായി നമ്മുടെ ഹാൻഡ് ബ്ലെൻഡറിലേക്ക് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത ചില്ലിയും വിനെഗറും കൂടെ നമുക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊരു ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഗൈസ്, നമുക്ക് കാണാൻ മതി നമ്മളുടെ പേസ്റ്റ് നല്ല രീതിയിൽ നമ്മൾ ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അടുത്തായി നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഗൈസ്, നമ്മളുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തായി നമുക്ക് കുക്കറിൻ്റെ ലിഡ് ഓപ്പൺ ആക്കി ബീഫിനെ ഒരു പീസ് എടുത്ത് വെന്തിട്ടൊന്ന് ഉറപ്പാക്കിയതിന് ശേഷം നമുക്കിതെടുത്ത് സൈഡിലേക്ക് മാറ്റി വെക്കാം. അടുത്തായി നമുക്ക് പാനിലേക്ക് നേരത്തെ ബ്ലെൻഡ് ചെയ്ത മസാലയും മിക്സിയുടെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. അതിനുശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ മസാല ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമ്മൾ കുക്ക് ചെയ്ത ബീഫും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നമുക്കിത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഡിഷ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു പാർട്ട് നിങ്ങൾ മിസ് ചെയ്യാണ്ട് വാച്ച് ചെയ്യാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ഡിഷ് നമ്മളിന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട് 1.5 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് നെയ്യുള്ള ബീഫിൻ്റെ പീസ് തന്നെയാണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. എനിവേ, നിങ്ങളുടെ ഒരു അറിവിലേക്കായിട്ട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള USA എന്നുള്ള സ്റ്റഡി പറയുന്നത് നമ്മൾ ആനിമൽ ഫാറ്റ് ഉപയോഗിക്കുന്നതാണ്
സാധാരണ നമ്മളുടെ സീഡ് ഓയിലിനേക്കാൾ ഫാർ ബെറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റഡി പുറത്ത് വന്നിട്ടുണ്ട്. സീഡ് ഓയിൽ എന്ന് പറയുമ്പോൾ സൺഫ്ലവർ ഓയിൽ, കോക്കനട്ട് ഓയിൽ, സിസേം ഓയിൽ, അതുമായിട്ട് ഓയിലാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാവുന്ന മാതിരി മീറ്റ് എപ്പോഴും ഫാറ്റുള്ള മീറ്റ് തന്നെയാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ നമുക്ക് ഇനി തുടങ്ങി മനസമാധാനത്തോടെ നമുക്ക് കുറച്ച് ഫാറ്റുള്ള ബീഫ് കഴിക്കുന്നതിന്, അല്ലാതെ ബാക്കിയുള്ള മീറ്റ് കഴിക്കുന്നതിന് കുഴപ്പമില്ലെന്നാണ് ഈ പുതിയ സ്റ്റഡി പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഒരു അറിവിലേക്കാണ് പറയുന്നത്, നിങ്ങളത് ഫോളോ ചെയ്യേണ്ട. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ റിസർച്ച് ചെയ്തിട്ട് കറക്റ്റ് ആണെന്ന് കൺവിൻസ് ചെയ്താൽ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അതുമാതിരി തന്നെ നമ്മൾ ഇന്ന് ബീഫ് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്തപ്പോൾ ഒരു വിസിൽ ഫുൾ ഫ്ലെയിമിലും ബാക്കി 2 വിസിൽ സിമ്മറിലും ഇട്ടാണ് നമ്മൾ കുക്ക് ചെയ്തെടുത്തത്. അപ്പം നിങ്ങൾ ബീഫ് കുക്ക് ചെയ്യുമ്പോൾ ഇതിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മളുടെ സെലക്ട് ചെയ്യുന്ന ബീഫിൻ്റെ ടഫ്നെസ്, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ഫ്ലെയിം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെ ബ്രാൻഡ്. അപ്പം ഞാനൊരു ആവറേജ് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 വിസിൽ ഓക്കെയാണ്. പക്ഷേ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളുടെ ബീഫ് നന്നായിട്ട് കുക്കാകുന്ന വരെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു ബീഫിൻ്റെ കറി നമുക്ക് മെയിനായിട്ടും പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഇല്ലാന്നുണ്ടെങ്കിൽ റൈസിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഏത് മീലാണോ അതിൻ്റെ കൂടെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഗൈസ്, നമ്മൾ ഏകദേശം ഒരു 25 മിനിറ്റ് നേരം ഹൈ ഫ്ലെയിമിൽ ലിഡ് വെക്കാണ്ട് നമ്മളുടെ ബീഫ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്ന മാതിരി നമ്മളുടെ ബീഫിൻ്റെ ഫാറ്റൊക്കെ മുകളിൽ കുക്കായിട്ട് മുകളിലേക്ക് വന്നിട്ടുണ്ട്. അതുമാതിരി തന്നെ നമ്മളുടെ ഗ്രേവി നന്നായി തിക്കായി കഴിയുമ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കാം. അടുത്തത് നമ്മളുടെ ബീഫ് വിന്ദാലു നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കുറച്ച് ചോപ്പ് ചെയ്ത മല്ലിയിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ബീഫ് വിന്ദാലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഗൈസ്, നമ്മളുടെ ബീഫ് വിന്ദാലു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ഗൈസ്, അപ്പോൾ നമ്മളുടെ ബീഫ് വിന്ദാലു നല്ല സൂപ്പർ ടേസ്റ്റാണ്. കുറച്ച് സ്പൈസിയാണ്, പക്ഷേ നമ്മളുടെ വിനെഗറിൻ്റെ ടാങ്ക് ടേസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്. നിങ്ങൾക്ക് പുതിയ പുതിയ ഡിഷുകളൊക്കെ ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ആളാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് ബീഫ് ഡിഷായിട്ട് മാറും എന്നുള്ള ഞാൻ ഗ്യാരണ്ടി പറയുന്നുണ്ട്. ഈ ഒരു ഡിഷ് നമ്മുടെ വെസ്റ്റേൺ കൺട്രീസിൽ വളരെ പോപ്പുലറാണ്. പ്രത്യേകിച്ച് US വളരെയധികം ഫാനുള്ളൊരു അടിപൊളി റെസിപ്പി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ എഴുതി അറിയിക്കുക. അപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് ഏതുമാതിരത്തെ ഡിഷുകളാണ് നമ്മളുടെ ചാനലിൽ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യേണ്ടതെന്ന് എനിക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ. അതുമാതിരി തന്നെ നമ്മളുടെ വീഡിയോയ്ക്ക് എല്ലാവരും ഓരോ ലൈക്സ് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഫുഡി ഫ്രണ്ട്സിനൊക്കെ നമ്മളുടെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ഇതുമാതിരത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഷുകൾ കാണാനായിട്ട് ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ ബെല്ലൈക്കോടെ എനേബിൾ ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ഹിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങളുടെ ഹോം പേജിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുവഴി നിങ്ങൾക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഡിഷസ് അതുമാതിരി പുതിയ പുതിയ ഐഡിയാസ് കിട്ടുവാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, അൻറ്റിൽ ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.